ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള സ്കീം പ്രത്യാശ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സ്കീം ഇസ് ടു ഹെൽപ്പ് എക്കണോമിക്കലി പുവർ പാരൻസ്. അപ്പോൾ എക്കണോമിക്കലി പുവർ ആയിട്ടുള്ള പാരൻസിനാണ് ഈ ഒരു സ്കീം ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് അവരുടെ ഡോട്ടേഴ്സിനെ മാരി ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്നോവേറ്റീവ് പ്രോഗ്രാം ലോഞ്ച്ഡ് ആസ് എ ജോയിൻറ്റ് വെഞ്ചർ. അപ്പോൾ ഇൻഡിവിജ്വൽസും കോർപ്പറേറ്റ്സും അതുപോലെ തന്നെ KSSM കൂടി നടത്തുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. ₹50,000 ഈസ് പ്രൊവൈഡഡ് ആസ് മാരേജ് അസിസ്റ്റൻസ് ഫോർ ഈച്ച്. അപ്പോൾ ഓരോരുത്തർക്കും 50,000 രൂപ വെച്ചാണ് ഈ ഒരു സ്കീമിലൂടെ മാരേജിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് നൽകുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? എക്കണോമിക്കലി പുവർ പാരൻസിന് അവരുടെ ഡോട്ടേഴ്സിനെ മാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന സ്കീമാണ്. അതുപോലെ തന്നെ 50,000 റുപ്പീസാണ് ഓരോരുത്തർക്കും നൽകുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? ആനുവൽ ഫാമിലി ഇൻകം ഓഫ് ദ ആപ്ലിക്കൻ ഷുഡ് ബി ബിലോ ₹60,000. അപ്പോൾ വളരെ പുവർ ആയിട്ടുള്ള ഫാമിലീസ് ആയിരിക്കണം. ലാസ്റ്റ് പോയിന്റ് നമ്മൾ അതാ പറയുന്നത്, ഷുഡ് ബിലോങ് ടു എ പുവർ ഫാമിലി. അപ്പോൾ ആനുവൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് 60,000 കൂടാൻ പാടില്ല, 60,000 താഴെ ആയിരിക്കണം. പിന്നെ പറയുന്നത് ബെനിഫിഷ്യറി ഷുഡ് ബി അബൌട്ട് 22 ഇയേഴ്സ്, 22 വയസ്സിന് മുകളിലോട്ടുള്ള പെൺകുട്ടികളായിരിക്കണം. ആപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ബിഫോർ മാരേജ് ഫംഗ്ഷന് മുമ്പായിരിക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇത്രയാണ് പ്രത്യാശ സ്കീമിൽ പറയുന്നത്. അടുത്ത സ്കീം നമുക്ക് പഠിക്കാം, സമാശ്വാസം. എന്താണ് സമാശ്വാസം? ഇതിൽ 4 കാറ്റഗറി പറയുന്നുണ്ട്, 4 പദ്ധതികളുണ്ട്. ഓക്കെ, അപ്പം 4 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഫസ്റ്റ് ആൾക്കാരെന്ന് പറയുന്ന പേഴ്സൺസ് അണ്ടർഗോയിങ് ഡയാലിസിന് ട്രീറ്റ്മെൻറ്റ് പോകുന്ന ആൾക്കാരാണ്, ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരാണ്. രണ്ടാമത് ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ ലിവർ ഓർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. മൂന്നാമത് ഹീമോഫീലിയ പേഷ്യൻസ്. നാലാമത് സിക്കിൾ സെൽ പേഷ്യൻസ്. അപ്പോൾ ആരൊക്കെയാണ്? ഒന്നുകൂടി പറയാം, പേഴ്സൺസ് അണ്ടർഗോയിങ് ഡയാലിസിസ് ആണ്. അതിനുശേഷം പറയുന്നു ലിവർ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ളവർ. അതുകൂടാതെ ഹീമോഫീലിയ പേഷ്യൻസിനെയും സിക്കിൾ സെൽ പേഷ്യൻസിനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? പേഷ്യൻറ്റ് ഷുഡ് ബി ഫ്രം എ BPL ഫാമിലി, ബിലോ പോവർട്ടി ലൈൻ ഫാമിലിയിലുള്ള പേഷ്യൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കൻറ്റിന് നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആപ്ലിക്കൻറ്റ് മസ്റ്റ് ബി എ നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ. സമാശ്വാസം സ്കീം 1 ഇതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് കേട്ടോ ഇത്. BPL ഫാമിലീസിൽ ഉള്ള കിഡ്നി പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. who are undergoing dialysis at least once in a month. മാസത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഡയാലിസിസ് അണ്ടർഗോ ചെയ്യുന്ന കിഡ്നി പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. ഇവർ BPL ഫാമിലിയിൽ പെട്ടതുമായിരിക്കണം. അവർക്ക് മാത്രമാണ് ഈ സമാശ്വാസം സ്കീം 1 ഉള്ളത്. അസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1,100 രൂപയാണ് പെർ മന്ത് നൽകുന്നത്. എത്രയാണ്? 1,100 രൂപയാണ് നൽകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള സ്കീം എന്ന് പറയുന്നത് സ്നേഹസ്പർശം. എന്താണ് സ്നേഹസ്പർശം? അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം നൽകുന്ന ഒരു ധനസഹായമാണ് ഈ സ്നേഹസ്പർശം എന്ന് പറയുന്നത്. The percentage of abortion-related hazards and death is high among teenage unwed mothers. Taking these facts into consideration, government has initiated a project named Snehasparsham, which intends to protect and help unwed mothers. അപ്പം വിവാഹം കഴിക്കാത്ത അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അബോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ്സ്, അതുപോലെ തന്നെ ഡെത്തും ടീനേജ് അൺവെഡ് മദേഴ്സിൽ കൂടുന്നു എന്നുള്ളൊരു കണക്കിൻ്റെ പ്രകാരമാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ആസ് എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് ഗവൺമെൻറ് ഈസ് ഗിവിങ് ₹1,000 പെർ മന്ത് ടു ദം. അപ്പം ഇത്തരത്തിലുള്ള അമ്മമാർക്ക് 1,000 രൂപ മാസം നൽകുന്നുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബെനിഫിഷ്യറീസ് ഷുഡ് ബി അണ്ടർ 65 ഇയേഴ്സ്. അപ്പം 65 വയസ്സിനുള്ളിൽ ആയിരിക്കണം ഈ ഒരു ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. ബെനിഫിഷ്യറി ഷുഡ് നോട്ട് ബി എ റെസിപ്പിയൻ്റ് ഓഫ് എനി അതർ പെൻഷൻ സ്കീം ഓഫ് ദ ഗവൺമെൻറ്. മറ്റൊരു പെൻഷൻ സ്കീമും വാങ്ങുന്ന ഒരു റെസിപ്പിയൻറ്റും ആകാൻ പാടില്ല. ഇത്രയാണ് സ്നേഹസ്പർശത്തിൽ പറയുന്നത്. സ്നേഹപൂർവമാണ് അടുത്ത പദ്ധതി എന്ന് പറയുന്നത്. സ്നേഹപൂർവത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. ടു ഐഡൻറ്റിഫൈ ദ ഓർഫൺഡ് ചിൽഡ്രൻ ഇൻ ദി കമ്മ്യൂണിറ്റി. അപ്പം ഓർഫൺ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്നേഹപൂർവം. ടു അസസ് ആൻഡ് പ്രയോറിറ്റൈസ് ചിൽഡ്രൻ ഇൻ ദ ഗ്രേറ്റസ്റ്റ് നീഡ്. ഏറ്റവും ആവശ്യമായിട്ടുള്ള കുട്ടികളെ എന്ത് ചെയ്യുക? അസസ് ചെയ്യും, പ്രയോറിറ്റൈസ് ചെയ്യുന്നു.
to provide social protection to highly vulnerable groups of orphans by strengthening traditional family and community systems for protecting and absorbing orphans. അപ്പം ഹൈലി വൾണറബിൾ ഗ്രൂപ്പായിട്ടുള്ള ഓർഫൻസ് ഉണ്ടെങ്കിൽ അവർക്കൊരു സോഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ള രീതിക്കാണ് എങ്ങനെയാണ് ബൈ സ്ട്രെങ്തനിങ് ട്രഡീഷണൽ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സിസ്റ്റംസ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇംപ്രൂവ് ദ ബേസിക് എഡ്യൂക്കേഷൻ, സോഷ്യൽ ഇൻ്റഗ്രേഷൻ ആൻഡ് ന്യൂട്രീഷൻ ഓഫ് ദ മോസ്റ്റ് വൾണറബിൾ ഗ്രൂപ്പ്സ് ഓഫ് ഓർഫൻസ് ടുവേർഡ്സ് ദ ലെവൽസ് ഓഫ് അതർ ചിൽഡ്രൻ ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ മറ്റുള്ള കുട്ടികളോടൊപ്പം ഇവരെയും കൊണ്ടുവരും. ആ ഒരു ലെവലിന് ഈ ഗ്രൂപ്പ് ഓഫ് ഓർഫൻസിനെയും എന്ത് ചെയ്യുക, അവരെയും വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. വളരെ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഫൻസിനെ ഒന്ന് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, സോഷ്യൽ ഇൻ്റഗ്രേഷൻ നൽകുക, അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അവരുടെ ആ ഒരു ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നുണ്ട്. ടു എൻകറേജ് ദ ഫാമിലീസ് ടു ലീവ് ദെയർ ചിൽഡ്രൻ വിത്തിൻ ദ ഫാമിലി സെറ്റപ്പ് റാദർ ദാൻ സെൻഡിങ് ദം ടു ഓർഫണേജസ്. അപ്പോൾ ഫാമിലീസിനെ എൻകറേജ് ചെയ്യുന്നത് വഴിയും ഈ ഓർഫണേജിൽ കുട്ടികളെ അയക്കുന്ന ആ ഒരു രീതി ഒന്ന് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ടു എക്സ്റ്റെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ദീസ് ഓർഫൺ ഫാമിലീസ് ബൈ വേ ഓഫ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ടു ദി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദി എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നൽകുകയാണെങ്കിൽ എന്താണ് ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ആക്ട് ചെയ്യാം ഇത്തരത്തിലുള്ള ഫാമിലീസിന്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് എയ്തർ ഫാദർ ഓർ മദർ ഓർ ബോത്ത്. അപ്പം ഓർഫൺസ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പം ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മരിച്ച കുട്ടികളെയാണ് ഇതിൽ വരുന്നത്, അല്ലെങ്കിൽ ഇവരൊരു അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ, പാരൻസ് ആരും തന്നെ ഇല്ലാത്ത കുട്ടികൾ. സ്റ്റുഡൻസ് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ഡിഗ്രി ക്ലാസ്. അപ്പം കുട്ടികളെ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ് വരെയാണ് അവരുടെ ഈ ഒരു സ്കീമിൽ അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുക. ചിൽഡ്രൻ ബിലോ 5 ഇയേഴ്സ്, ചിൽഡ്രൻ ബിലോ 5 ഇയേഴ്സിന് കിട്ടുന്നുണ്ട്. ചിൽഡ്രൻ ഹൂ ബിലോങ്സ് ടു BPL കാറ്റഗറിക്കും കിട്ടുന്നുണ്ട്. ഫോർ ചിൽഡ്രൻ ബിലോങ്ങിങ് ടു APL കാറ്റഗറി ആനുവൽ ഇൻകം ഷുഡ് ബി ബിലോ ₹20,000 ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് ₹22,375 ഇൻ അർബൺ ഏരിയാസ്. അപ്പോൾ ഒരു കണക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഫാമിലി ഇൻകം എങ്ങനെ ആയിരിക്കണമെന്നുള്ളത്. അപ്പം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഈ ഒരു അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ BPL കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് ഇതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. എന്നാൽ APL കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും കിട്ടും. എങ്ങനെയാണ്, അവരുടെ ആനുവൽ ഇൻകം ബേസ് ചെയ്തിട്ടാണ്. അപ്പം റൂറൽ ഏരിയാസിൽ, അതായത് ലോക്കൽ ബോഡി അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ റിസൈഡ് ചെയ്യുന്ന കുട്ടികൾക്ക് 20,000 രൂപയ്ക്ക് താഴെയാണ് അവരുടെ ആനുവൽ ഇൻകം, അവരുടെ ഫാമിലി ആനുവൽ ഇൻകം എങ്കിൽ ഈ ഒരു സ്കീമിൽ അവർക്കും ബെനിഫിഷ്യറി ആവാം. അതുപോലെ തന്നെ അർബൺ ഏരിയയിലുള്ള കുട്ടികളാണ്, കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ 22,375 ആണ് വച്ചിരിക്കുന്നത്. ആ ഒരു രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിലാണ് ഇവർക്ക് ഈ ഒരു സ്കീം അവൈൽ ചെയ്യാൻ പറ്റുന്നത്. എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ്, ചിൽഡ്രൻ ബിലോ 5 ഇയേഴ്സ് ആൻഡ് ക്ലാസ് 1 to 5th. അപ്പം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളും അതുപോലെ തന്നെ 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും കിട്ടുന്നത് 300 രൂപയാണ് പെർ മന്ത് കിട്ടുന്നത്. 6 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക്, 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 500 രൂപ പെർ മന്ത് കിട്ടുന്നു. 11ഉം 12ഉം ക്ലാസ്സിലെ കുട്ടികൾക്ക് 750 രൂപയാണ് പെർ മന്ത് കിട്ടുന്നത്. ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപയാണ് പെർ മന്ത് കിട്ടുന്നത്.